അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ ഭൂമി സർക്കാരിൻ്റെതാ. ഇപ്പോൾ വന്ന വാർത്തയാണ്, 300 ഏക്കർ ഭൂമിയാണ് അനധികൃതമായി കയ്യേറിയിരിക്കുന്നത്. എന്താ അവസ്ഥ അല്ലേ? ഇപ്പോൾ ലാൻഡ് ബോർഡ് ശുപാർശ കൊടുത്തിരിക്കുകയാണ് ഭൂമി തിരിച്ചു പിടിക്കാൻ. ഞാൻ ഈ പയ്യന്റെ നിതിൻ രാജിന്റെ മരണം ഉണ്ടായ സമയത്ത് ഇങ്ങനെ ചുമ്മാ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മെഡിക്കൽ കോളേജ് ഇത് ഹാഫ് ഗവൺമെന്റ്, സെമി ഗവൺമെന്റ് ആണോ, എയ്ഡഡ് ആണോ, ഇതെന്താണ്, ആരാണ്, എങ്ങനെയാന്നൊക്കെ. അപ്പൊ ഇങ്ങനെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്തപ്പോൾ കിട്ടിയത് ഒരു പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ മെഡിക്കൽ കോളേജ് എന്നും, പക്ഷെ ആരൊക്കെയാണ് ട്രസ്റ്റീസ് എന്നും ഇതിൽ അംഗങ്ങളുടെ പേരും കാര്യമൊന്നും എവിടെയും തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. ഏതോ ഒരാളുടെ പേരുണ്ട്, ഏതോ ഒരു ഹാജിക്ക ആണ് ഇത് ഫൗണ്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. പാവം, നല്ല ഇതിൽ തുടങ്ങിയതായിരിക്കും. പക്ഷെ ഇപ്പൊ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ശുദ്ധ തെമ്മാടികൾ. ഇത്രയും കംപ്ലൈന്റ് ഈ പറഞ്ഞ കോപ്പിലെ മാഷിനും ടീച്ചർമാർക്കും ഒക്കെ എതിരെ വന്നിട്ട് ഇവർ ഇത്രയും പരാതികൾ മുക്കി. അതുകൊണ്ടാണ് ഇന്ന് ഈ പയ്യന്റെ മരണത്തിന് ഇവർ ഉത്തരവാദിയാന്ന് പറയുന്നത്. പിന്നെ ഈ ഗവൺമെന്റിന്റെ ഭൂമിയെല്ലാം കയ്യേറിയിട്ടാണ് ഇമാതിരി കിണ്ടാസ് പരിപാടി കാട്ടുന്നതെങ്കിൽ എല്ലാത്തിനെയും പൂട്ടിക്കല് മാത്രമല്ല, ഗവൺമെന്റ് ഏറ്റെടുക്കണം. പൂട്ടാൻ പാടില്ല, കാരണം കുട്ടികൾക്ക് പഠിക്കണം. മൊത്തമായിട്ട് ഗവൺമെന്റ് ഏറ്റെടുത്ത് ഈ പറഞ്ഞ എല്ലാ തോന്നിവാസം കാണിച്ച എല്ലാത്തിനെയും ആപ്പിലാക്കണം. പക്ഷെ ഇതില് ഖേദകരമായൊരു കാര്യം പറയട്ടെ, ഈ ഒരു അനാസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കുട്ടിയുടെ മരണം വേണ്ടി വന്നു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ മിച്ച ഭൂമി ഇടപാടൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇനി ആപ്പിലിടേണ്ടത് ഇവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയാണ്. ഇപ്പറയുന്ന ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ട് കേരളത്തിൽ, ഇന്ത്യ ഒട്ടാകെ ഉണ്ട്. ഇവരൊക്കെ ഈ ഹോസ്പിറ്റലുകൾ തുടങ്ങുമ്പോൾ ഒരുപാട് സബ്സിഡിയും ടാക്സ് ഇനത്തിലും ഗവൺമെന്റ് മെഡിക്കൽ സെക്ടർ, ഹെൽത്ത് സെക്ടർ എന്ന നിലക്ക്, ഒരു സർവീസ് സെക്ടർ എന്ന നിലക്ക് പല ഇളവുകളും കിട്ടും. അങ്ങനെയുള്ള സെക്ടറിലുള്ള ഇവരുടെ ഹോസ്പിറ്റലുകൾ ഇവർ തോന്നുന്നത് പോലെ അമേരിക്കൻ കുത്തകൾക്ക് 1000 കോടി, 2000 കോടി, 3000 കോടി എന്ന് പറഞ്ഞിട്ടിങ്ങനെ തോന്നുന്ന വിലക്ക് വിൽക്കാൻ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്ന് എന്തുകൊണ്ട് തടയുന്നില്ല? അത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും അതിനെതിരെ നടപടിയും കൂടി എടുക്കണ്ടേ? ഈ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന ഇവിടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഓക്കെ. അതുപോലെ തന്നെ ജനങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്ന, ആരോഗ്യത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഇപ്പം കാണുന്ന ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജൊക്കെ ഒരുപാട് അമേരിക്കയിലുള്ള കുത്തകകൾ വന്ന് ഏറ്റെടുക്കുന്നത്. അതിന്റെ പരിണിത ഫലങ്ങൾ നമുക്കറിയാം എന്താ ഉണ്ടാകാൻ പോകുന്നത്. അവരെ ഒന്ന് കൂച്ചുവിലങ്ങിടാൻ ഗവൺമെന്റിന് ഒരു പ്രത്യേക ബോഡി ഉണ്ടായിക്കൊണ്ട് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട്, ഒരു കമ്മിറ്റിയുടെ കീഴിലായിക്കൊണ്ട് ഇതിനെയൊക്കെ കൂച്ചുവിലങ്ങിടേണ്ട സമയം അതിക്രമിച്ചില്ലേ? അല്ലെങ്കിൽ അവര് അത്രയും അതുക്കും മേലെ പണം ഒഴുക്കുന്നുണ്ടോ കേരളത്തിൽ? എന്താണ് അവസ്ഥ?